ഇപ്പോൾ പതാക ഉയർത്തിയ വ്യവസായ മന്ത്രി പി രാജീവ്, അതുപോലെ മന്ത്രി എം വി രാജേഷ്, ജയറാം, അനൂപ് ജേക്കബ്, രമേഷ് പിഷാരടി, കെ ബാബു, ഫ്രാൻസിസ് ജോർജ് എം പി തുടങ്ങി പ്രമുഖരെല്ലാം തന്നെ ഇതിൻ്റെ പതാക ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. വളരെ നിറഞ്ഞ ജനാവലിയുടെ കരഘോഷത്തോടെയാണ് ഈ പതാക ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങും പൊന്നോണത്തിൻ്റെ പൂവിളി ഉയർത്തിക്കൊണ്ട് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്ന പതാക ഉയർത്തിക്കഴിഞ്ഞു. പൊട്ടട്ടെ, വെടി അങ്ങനെ അങ്ങോട്ട് പൊട്ടട്ടെ, നാടെങ്ങും പൊട്ടട്ടെ. പാതാളത്തിൽ നിന്ന് മഹാബലിക്കും ഒരു നടുക്കം ഉണ്ടായി കാണുക. പൊട്ടട്ടെ. അങ്ങനെ സ്മിത ഹരിദാസ് അല്പനിമിഷങ്ങൾക്ക് നമുക്കൊപ്പം ചേരുകയാണ്. ഉദ്ഘാടന വേദിക്ക് സമീപം നിന്ന് അനുജ രാജേഷ് കൂടി ചേരുന്നു. അനുജ, ശരിക്കും ആഘോഷ പരിപാടികൾ പതാക ഉയർത്തി കഴിഞ്ഞു. ഇനി ഔപചാരികമായ ഉദ്ഘാടനം പൊതുവേദിയിലുണ്ടാകും. നേതാക്കന്മാരും VIP കളും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരും ഒക്കെ എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന വിവരങ്ങൾ. അതെ SK, അത്തപ്പതാക ഉയർത്തിക്കഴിഞ്ഞു. മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തിയത്. ഇനി അടുത്തത് ഈ പരിപാടി ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഉണ്ട്. കൂടാതെ എം പി രാജേഷ് അത്തച്ചമയ ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഈ വിശിഷ്ടാതിഥികളൊക്കെ അല്പസമയം സംസാരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാവരും ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് അത്തപ്പതാക ഉയർത്തൽ നടന്നത്. ഇനി അതിൽ കഴിഞ്ഞുമ്പോഴുള്ള ഘോഷയാത്രയാണ്. അതാണ് താളവേള വർണ്ണ സമന്വയമായി മാറാൻ പോകുന്നത്. രാജവീഥികളിലൂടെ ഈ ഘോഷയാത്ര നടന്നു നീങ്ങും. മണിക്കൂറുകൾ നീളുന്ന ഒരു ഘോഷയാത്രയാകും. അതോടെ നമ്മുടെ ഓണാഘോഷത്തിന് തുടക്കമാവുകയാണ്. ഇനി ഏത് മൂഡ് എന്ന് ചോദിച്ചാൽ ഓണം മൂഡ് എന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ ഈ പുതുതലമുറ പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. പരിപാടി അല്പസമയത്തിനകം തന്നെ അതിൻ്റെ സ്റ്റേജിലേക്ക് വിശിഷ്ടാതിഥികളെല്ലാം മടങ്ങിയിട്ടുണ്ട്. മഹാബലിയെയും ഒക്കെ നമുക്ക് സ്റ്റേജിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരും നിരനിരയായി ഇവിടെ നിൽക്കുന്നുണ്ട്. കൃത്യമായി ആ ക്രമം പാലിച്ചുകൊണ്ടൊക്കെയുള്ള ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത്. അത് കൃത്യമായി അതിലൊരു എങ്ങനെയാകണം അതിൻ്റെ ചിട്ട എന്നൊക്കെയുള്ളത് അനൗൺസ്മെന്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ബാൻഡ് സംഘങ്ങളെയും അതുപോലെ എല്ലാ പഞ്ചവാദ്യവും മറ്റ് കലാകാരന്മാരും എല്ലാവരും ഉണ്ട്. നിശ്ചല ദൃശ്യവും തനത് കലാരൂപങ്ങളും എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ പരിപാടിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. രമേഷ് പിഷാരടി ഉണ്ട്. ഇവരെല്ലാം കുട്ടികളെ സന്ദർശിക്കുകയാണ്. സ്മിത ഹരിദാസ് കൂടി അല്പനിമിഷങ്ങൾക്കകം ചേരും. അത്തപതാക ഉയർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ പൊന്നോണത്തിൻ്റെ പൂവിളിയും ഉയർന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത്തച്ചമയ ഘോഷയാത്രയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ ഈ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.